ഒൻപതാം ദിനവും ചാലിയാറിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേക ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ 14 കിലോമീറ്ററോളം വനമേഖലയിലാണ് തെരച്ചിൽ. അതിദുർഘട മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ ചാലിയാറിന്റെ സ്വാഭാവികത തകർത്താണ്. തീരങ്ങളിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടു. ആദ്യ ദിനം തന്നെ പ്രാദേശിക പരിചയമുള്ള നാട്ടുകാർ ഈ മേഖലകളിലേക്ക് ഇറങ്ങി. അതിദുർഘടമായ വനമേഖലയിലേക്ക് സൺറൈസ് വാലിയിലൂടെ എത്തിപ്പെടുക പ്രയാസകരമായിരുന്നു. നിലമ്പൂർ ഭാഗത്തുനിന്നും മറ്റും തദ്ദേശീയരായ നാട്ടുകാരും ഈ മേഖലകളിലേക്കെത്തി. കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും നിബിഡ വനവും മറികടന്നെത്തുക പലപ്പോഴും അസാധ്യവുമായിരുന്നു. എന്നാൽ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുക്കാനായത് നിരവധി മൃതദേഹങ്ങളാണ്. നാട്ടുകാരനായ സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണ് സൺറൈസ് വാലിയിലൂടെ ആദ്യം ചാലിയാറിലേക്ക് എത്തിയത്. ഇപ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ പുഴയിലൂടെ പാറക്കല്ലുകളും അതുപോലെ ചെളിയും വെള്ളവും കൂടി കുത്തൊഴുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഉച്ചയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ചറും ഫസ്റ്റ് തന്നെ ഞാനും ഈ 3 വാച്ചർമാരും ഞാനും ഇറങ്ങി ഫസ്റ്റ് പുഴയിൽ തന്നെ ഇറങ്ങി ചെല്ലുന്നോട് തന്നെ ഒരു ബോഡി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതെടുത്ത് ഞങ്ങൾ ഇവിടെ കയറി വന്നപ്പം 8 മണിയായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് 3-4 ബോഡികൾ കളക്ട് ചെയ്തിട്ട് ഇതിലെ തന്നെ ഏറ്റി തുണിയിൽ കെട്ടിയിട്ട് അത് മരത്തിൽ വെച്ച് കെട്ടി 2-3 ആൾ തോള് വെച്ച് മാറി മാറി ഏറ്റിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഈ മേഖലയിൽ ഇതിനിടെ കുടുങ്ങിപ്പോയിരുന്നു. ഇതോടെ സുരക്ഷാ കാരണങ്ങളാൽ നിശ്ചിത സംഘങ്ങളെയാണ് ഇവിടേക്ക് ഇപ്പോൾ നിയോഗിക്കുന്നത്. പരിശീലനവും വൈദഗ്ധ്യവുമുള്ളവരെ ഈ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുകയും ചെയ്യുന്നു. നാട്ടുകാരും വനപാലകരും വനത്തിലൂടെ നടന്നും ചാലിയാറിന്റെ തീരത്തെത്തുന്നു. ഭൂപ്രകൃതി ആകെ മാറിയ ചാലിയാറിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാവാമെന്ന സാധ്യതയിൽ തെരച്ചിൽ ഇനിയും നീണ്ടേക്കും. മണ്ണുമാറ്റിയുള്ള പരിശോധനകൾക്ക് പരിമിതിയുണ്ടെങ്കിലും മനുഷ്യസാധ്യമായ എല്ലാ ശ്രമവും ഇവിടെ തുടരുകയാണ്. ഒഴുകി വന്ന വെള്ളത്തിൻ്റെ ഒപ്പം മണ്ണും ചളികളും മണലും പാറകളും ഒഴുകി വന്നത് അതൊക്കെ 2 സൈഡിൽ ഊറിക്കിടക്കുകയാണ്. ഈ ഊറി കൊടുക്കുന്ന മണ്ണിൻ്റെ അടിയിൽ ഇനി ബോഡി അവശിഷ്ടങ്ങൾ കാണാൻ വളരെ സാധ്യത കൂടുതലാണ്. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഉപകരണം കൊണ്ട് കൊത്തിയെടുക്കലേ നടക്കുകയുള്ളൂ, സെർച്ച് ചെയ്യലേ നടക്കുകയുള്ളൂ. സൺറൈസ് വാലിയിൽ നിന്നും ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് KR.